വി ഡി സതീശൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്തിയതിനു ശേഷം നാം കാണുന്നത് ഈ തലമുറ മാറ്റമാണ്. അത് രണ്ടായി വിഭജിച്ചു പോവുകയാണ്. അത് ഇനി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു യുവനിരയും മറ്റൊരു നിരമുണ്ടല്ലോ, കുറച്ച് നാൾ മുൻപുള്ള തിരുവഞ്ചൂർ, രമേശ് ചെന്നിത്തല, പന്തളം സുധാകരൻ, സുധീരൻ അടക്കമുള്ള മറ്റൊരു നിര. ഈ രണ്ടു നിരയ്ക്കും ഇനി മുന്നോട്ടുള്ള ഭാവി എന്തായിരിക്കും? കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലാണ് ഇപ്പോൾ ചെറുപ്പക്കാർ കൂടുതലായിട്ട് കടന്നു വരുന്നത്. പണ്ടൊക്കെ നമ്മൾ CPM-നെയാണ് അങ്ങനെ കണ്ടിരുന്നത്. SFIയിലൂടെ DYFIയിലൂടെ വളരെ കൃത്യമായിട്ട് CPM-ലെത്തി. ഇന്നിപ്പോൾ നമ്മൾ പ്രസംഗിക്കാനും ചർച്ചയിലും സമരത്തിനും സമരം നയിക്കാനും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാനും തീപ്പൊരി പ്രസംഗം നടത്താനും ഒക്കെ കഴിവുള്ള നിരവധി നേതാക്കൾ ഇന്ന് നമ്മൾ കാണുന്ന CPM-ൻ്റെ നേതാക്കളെല്ലാവരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, അതായത് SFIയിലൂടെ കടന്ന് DYFIയിലെത്തി, അതിലൂടെ വളർന്ന് CPM-ലെത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞുപോയ തലമുറയെ തന്നെ എടുത്താൽ, ഇപ്പോൾ ചിലരെയൊക്കെ മാറ്റി നിർത്തിയല്ലോ, AK ബാലനെ പോലെയുള്ളവർ, അവരെല്ലാം, സുരേഷ് കുറുപ്പ്, അവരൊക്കെ SFIയിലൂടെ വളർന്നു വന്നവരാണ്. ഈ KSUയിലൂടെ വളർന്നു വന്ന ഒരുപാട് നേതാക്കളെയും നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ KC വേണുഗോപാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ്സിൽ വന്നു, അവിടെ സംസ്ഥാന പ്രസിഡൻ്റായി. പിന്നീട് കോൺഗ്രസ്സിലേക്ക് വന്നു. ഏതാണ്ട് എല്ലാവരും. വളരെ പഴയ കാര്യം പറയുകയാണെങ്കിൽ വയലാർ രവി ആണല്ലോ ഈ ഒരണ സമരത്തിലൂടെ മധ്യ കേരളത്തിൽ തീപ്പൊരി ചിതറിയ ഒരു നേതാവാണ് വയലാർ രവി. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വലിയ ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPM-നും CPIക്കും ഒക്കെ എതിരെ വലിയ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കുന്ന പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അന്ന് ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം മുതലേ അതിനെ എതിർത്ത് വന്നിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം മുരളീധരൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് നിയമസഭയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2001 തൊട്ട്, അതിനു മുമ്പ് 96-ലും അദ്ദേഹം ജയിച്ചിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, ഓർക്കുന്നില്ല ഞാൻ. പക്ഷെ എന്നാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 25 വർഷത്തിൽ കൂടുതൽ ആയവരാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശ്, MM ഹസൻ, VM സുധീരൻ, അതുപോലെ പന്തളം സുധാകരൻ, കെ ബാബു അദ്ദേഹത്തിന് ആരോഗ്യം വളരെ മോശമാണ്, രോഗബാധിതനാണ് ഒക്കെ ആണെങ്കിലും അദ്ദേഹം ഒരു വലിയ നേതാവാണ്. SNDPയുടെ ശക്തമായ പിന്തുണയുള്ള ഒരു നേതാവാണ്. അതുപോലെ ജോസഫ് വാഴക്കൻ, അതുപോലെ MA വാഹിദ്, രമേശ് ചെന്നിത്തല, ഇതിലെല്ലാം അപ്പുറത്തേക്ക് പറയേണ്ട പേര് രമേശ് ചെന്നിത്തലയാണ്. ഇവർ എല്ലാവരും വളരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ്. ഒരു 50-60 വയസ്സിന്, ഏതാണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിൽ നിൽക്കുന്ന നേതാക്കളാണ്. ഇവരുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇപ്പോൾ ശരിക്കും കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, അതിനിടയ്ക്ക് തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ടല്ലോ, റീൽസുമായി ബന്ധപ്പെട്ട്. റീൽസ് അല്ല റിയൽ ആണെന്ന രീതിയിലുള്ള. അതെ, അതാണ് ഒരു വിഭജനം കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഞാൻ അതിൻ്റെ ഗുണദോഷങ്ങൾ പറയാം. പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞത് വളരെ നന്നായി. റിയൽ വർക്കേഴ്സും റീൽ വർക്കേഴ്സും. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ കാലത്ത് റീലുകളില്ല. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം, അദ്ദേഹം ഒരു കേരള യാത്ര നടത്തിയത് എൻ്റെ അറിവിലുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അന്ന് നമുക്കന്ന് വളരെ ചെറുപ്പത്തിലെ പത്രം വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ വീട്ടിൽ നിർബന്ധിച്ച് പത്രം വായിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല അന്നത്തെ ഇടത് സർക്കാരിനെതിരെ വലിയ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടൊരു കേരള യാത്ര നടത്തി. കേരള യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം വലിയ സ്റ്റാറായി മാറി. അന്ന് K കരുണാകരൻ്റെ വത്സല ശിഷ്യനാണ് രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, MI ഷാനവാസ്. ഇവർ 3 പേരെയും K കരുണാകരൻ വളർത്തിക്കൊണ്ട് വന്നതാണ്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ തണലിൽ വളർന്നയാളാണ്. അങ്ങനെ ഒരുപാട് പേര്, പന്തളം സുധാകരൻ, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ആ കാലത്ത് പത്രമാധ്യമങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് വിവരം അറിയാനുള്ള വഴി. അല്ലെങ്കിൽ പിന്നെ റേഡിയോ ന്യൂസ്, പിന്നീടാണ് ദൂരദർശൻ പ്രചാരത്തിലാകുന്നത്. ആ കാലത്താണ്, ഈ 1986-87 കാലത്തൊക്കെയാണ് ദൂരദർശൻ വ്യാപിക്കുന്നത്. എല്ലാ വീട്ടിലും TV, അത്യാവശ്യം
ഒരു ഇടത്തരം സാമ്പത്തികമുള്ള വീടുകളിൽ പോലും ടി വി വരുന്നത് അപ്പോഴാണ്. അതിന് ഈ രാമായണവും മഹാഭാരതവും ടെലിവിഷൻ സീരിയലുകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 85 ശേഷം ഒരു 86, 87, 88, 89 ആയപ്പം ടി വി സാർവത്രികമായി. ചെറിയ ചെറിയ വലിയ സാമ്പത്തികമില്ലാത്ത വീടുകളിൽ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വന്നു. അന്നും ആകെ രാത്രി 7:30 മണിക്ക് ഒരു 10 മിനിറ്റ് വാർത്തയാണുള്ളത്. അതിനകത്ത് വരാവുന്നത് പരമാവധി എത്ര വിവരങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ കാലമൊക്കെ മാറി ഇൻ്റർനെറ്റ് യുഗം വന്നതോടുകൂടി ഇതിനൊക്കെ വലിയ മാറ്റം സംഭവിച്ചു. അങ്ങനെയാണ് ഈ റീലുകളുടെ ലോകത്തേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഈ പ്രായത്തിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും അവരുടേതായ സംഭാവനകൾ റീലുകളിലൂടെ പുറത്തുവിടാം. അതാണ് അവർ ചെയ്യേണ്ടത്. അതിന് പകരം റീൽ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് 2 കാറ്റഗറി ആക്കി അതിനെ നമ്മൾ ഒന്ന് മറ്റൊന്നിന് പാരയാക്കാൻ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിന് ശത്രുവാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ മുതിർന്ന നേതാക്കളും ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൂടെ സമാന്തരമായിട്ട് റെയിൽപാളം പോലെ പോയാൽ വളരെ കൃത്യമായിട്ട് അതിലൂടെ ട്രെയിൻ ഓടും. തുടർഭരണം ആഗ്രഹിക്കുന്ന CPM-നെ അല്ലെങ്കിൽ LDF-നെ ഭരണത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് അവിടേക്ക് UDF-ന് കോൺഗ്രസ്സിന് കടന്നു കയറാൻ സാധിക്കും. അല്ല, നാം പല തവണ ശ്രദ്ധിച്ചാലും മനസ്സിലാകും, ഈ VD സതീശൻ പൂർണ്ണമായി തന്നെ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഇത്രയും കാലങ്ങളായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന കുറേ ആൾക്കാരാണ്. ഇവരൊക്കെ ഇതിൽ പലരും മന്ത്രിമാരായിരുന്നവരാണ്. പല കാലങ്ങളിൽ പല അവസരങ്ങളിൽ മന്ത്രിമാരായിട്ടിരുന്ന് അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ അനുഭവിച്ചവരാണ്. അപ്പോൾ ഇനി പുതിയൊരു തലമുറ കടന്നു വരട്ടെ. പ്രത്യേകിച്ചും ഈ PC വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. PC വിഷ്ണുനാഥ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ UDF-നെ കോൺഗ്രസ്സിനെ പ്രാപ്തമാക്കാൻ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് PC വിഷ്ണുനാഥിനെയാണ് ചുമതല. PC വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വലിയ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടുന്ന വലിയ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക വാർഡുകളിലും അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇത് BJP-ക്കും CPM-നും വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് തീർച്ചയാണ്. ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് അത് പോകും. കോൺഗ്രസ്സിനുള്ള പോരായ്മകൾ, അവർക്ക് സംഘടനാ സംവിധാനം ദുർബലമാണ്. 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായ ഫണ്ട് പിരിവൊന്നും നടക്കുന്നില്ല. പണത്തിൻ്റെ കുറവുണ്ട് അവർക്ക്. ഈ 2 പ്രശ്നങ്ങൾ കോൺഗ്രസ്സിനെ അലട്ടുന്നത് ചെറുതല്ല. വലിയ പ്രതിസന്ധി കോൺഗ്രസ്സിനത് സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും അവർ കൈമൈ മറന്ന് പ്രവർത്തിക്കാൻ കുറേ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും എന്ന് കരുതാം. ഇപ്പുറത്ത് ഈ നമ്മുടെ നിയമസഭയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പേരുകാർ അവരെല്ലാ പേരും കുറേ പേരെങ്കിലും വഴിമാറി കൊടുത്തിട്ട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണം. ഇപ്പോൾ 70 വയസ്സിന് മേളിലുള്ള MM ഹസനൊക്കെ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ്റെ അച്ഛനൊപ്പം പഠിച്ച ആളാണ് SMV സ്കൂളിൽ. ഇപ്പോൾ ഒരു 79 വയസ്സെങ്കിലും അദ്ദേഹത്തിന് കാണുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ, അല്ലെങ്കിൽ ഒരു 78 വയസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വഴിമാറി കൊടുത്തിട്ട് പകരം ചെറുപ്പക്കാർ മത്സരിക്കട്ടെ. അദ്ദേഹം മത്സരിച്ച് തോറ്റ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനെ നിർത്തുക അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ നിർത്തുക, ഒരു യുവരക്തം അവിടെ ഫൈറ്റ് ചെയ്താൽ, തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ കോൺഗ്രസ്സിന് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് ചെറുപ്പക്കാരെയാണ് രംഗത്തിറക്കിയത്. വളരെ കൃത്യമായിട്ടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും നിലമ്പൂരും ഒക്കെ തോറ്റ മണ്ഡലത്തിൽ പോലും ചേലക്കരയിൽ പോലും നമ്മുടെ രമ്യ ഹരിദാസ് ഒരു ചെറുപ്പക്കാരിയാണ്, യുവരക്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റി. ഒരു പക്ഷേ BJP അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ CPM തോറ്റുപോയേനെ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്നിപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് സമാന്തരമായിട്ട് ഈ 2 പേരെ, ഈ മുതിർന്ന നേതാക്കളെയും യുവരക്തത്തെയും കൂടെ ഇടകലർത്തി കോൺഗ്രസ് ഇറക്കണം. അതിൽ വളരെ മുതിർന്ന നേതാക്കൾ അവർ ഇനിയിപ്പോൾ പാർട്ടിയെ ഉപദേശിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തിരിക്കട്ടെ, അവിടെ ഇരുന്ന് പാർട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ, KPCCയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കട്ടെ. ഒരാൾക്ക് ഒരു പദവി എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ പാർലമെൻ്ററി രംഗത്ത് അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹിത്വം,
ഇങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറ്റിക്കൊണ്ട് കോൺഗ്രസ് തന്ത്രപരമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് കേരളത്തിലെ ഭരണം പിടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ രമേശ് ചെന്നിത്തല വളരെ മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തിപ്പോയാൽ കോൺഗ്രസ്സിന് അത് വലിയ നേട്ടം ഉണ്ടാക്കും. അതിന് പകരം ഈ കൂടുതൽ ബലം പിടിച്ചാൽ, പ്രത്യേകിച്ചും വി ഡി സതീശൻ്റെ ആ ഒരു ബലം പിടിപ്പ് നമ്മൾ നിലമ്പൂർ കണ്ടതാണ് അൻവറിൻ്റെ കാര്യത്തിൽ. അന്ന് അൻവറിനെ മത്സരിപ്പിക്കാതെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മൃഗീയമായൊരു ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിച്ചേനെ. അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കി കൊടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അത് ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു വലിയ ബലം പിടുത്തവും ഈ കർക്കശ നിലപാടുകളും സ്വീകരിക്കാതെ കുറേ കൂടെ ഫ്ലെക്സിബിളായിട്ട് രണ്ട് തലമുറയും, ഒരു മുതിർന്ന തലമുറയും ഇളം തലമുറയും രണ്ടിനെയും കൂടെ സമഞ്ജസിപ്പിച്ചുകൊണ്ട്, അത് രണ്ടുപേരെയും കൂടെ സമരസപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് കേരള ഭരണം പിടിക്കാൻ സാധിച്ചേക്കും എന്നാണ് നിലവിലെ സാഹചര്യം, അന്തരീക്ഷം നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.